ആത്മാർത്ഥമായിട്ട് ക്ഷണിക്കാം. ദൈവത്തിന്റെ ദാസന് വചനഘോഷണത്തിനായി മുന്നോട്ട് വന്നാട്ട് ദൈവത്തെ സ്തുതിച്ചാട്ട് ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവിൻ്റെ ദാസന്മാരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ഇന്ന് രാത്രികാലം വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് അതിൻ്റെ 1-ാം അധ്യായത്തിൽ നിന്ന് അതിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കാമല്ലോ. അതിൻ്റെ 1-ാമത്തെ അധ്യായം വെളിപ്പാട് 1-ന്റെ 10-ാമത്തെ വാക്യം മതി. ഹല്ലേലൂയ. മലയാളത്തിൽ അത്ര മാത്രമേ എഴുതിയിട്ടുള്ളൂ, എന്നാൽ ഇംഗ്ലീഷിൽ അതിനൊക്കെ കൂടുതൽ 10-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷ് കയ്യിലുണ്ടെങ്കിൽ ഒന്ന് വായിക്കാമോ? ഓക്കെ, ഒരു മിനിറ്റ്. ഇപ്പൊ തന്നെ 1-ന്റെ 10. ഓക്കെ. എവിടെയോ ആരോ മ്യൂട്ട് ചെയ്യാതെയോ ഒക്കെ എവിടെങ്കിലും ഒന്നിൽ കൂടുതൽ ഫോൺ ഉപയോഗിക്കുന്ന I was in the spirit on the Lord's day and heard behind me a great voice as of a trumpet. ഓക്കെ. ഹല്ലേലൂയ. കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, വചനത്തിൻ്റെ മർമ്മങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയും കർത്താവെ, വചനത്തിലൂടെ ഞങ്ങൾക്ക് അനുഗ്രഹം പ്രാപിക്കാനായിട്ട് വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ കർത്താവിൻ്റെ ദാസൻ യോഹന്നാൻ പറഞ്ഞത്, ഐ വാസ് ഇൻ ദ സ്പിരിറ്റ് ഓൺ ദ ലോർഡ്സ് ഡേ ആൻഡ് ഹേർഡ് ബിഹൈൻഡ് മീ എ ഗ്രേറ്റ് വോയിസ് ആസ് ഓഫ് എ ട്രംപറ്റ്. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി, കൂടാതെ എൻ്റെ പുറകിൽ നിന്ന് ഞാനൊരു വലിയ മഹാശബ്ദം, കാഹളത്തിനൊത്തൊരു മഹാശബ്ദം കേൾക്കുവാനും ഇടയായി തീർന്നു എന്ന് പറയുവാൻ ഇവിടെ യോഹന്നാൻ ഇവിടെ പറയുവാനിടയായി തീർന്നല്ലോ. ഹല്ലേലൂയ. യോഹന്നാന് ഇപ്പോൾ ആയിരിക്കുന്നത് പ്രവാസത്തിലാണ്. പത്മോസ് എന്ന ദ്വീപിൽ പ്രവാസത്തിലായിരിക്കുക. ഹല്ലേലൂയ. യോഹന്നാൻ അവിടെ സംസാരിക്കുവാനോ തൻ്റെ ആശയങ്ങൾ പങ്കുവയ്ക്കാനോ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനോ ഒന്നും തനിക്ക് പറ്റിയ ആരും തന്നെ അവിടെ ഇല്ല. ഹല്ലേലൂയ. ഉള്ളത് കുറച്ച് പടയാളികളായിരിക്കും. പടയാളികളെല്ലാം വളരെ ക്രൂരരായ മനുഷ്യർ. പിന്നെ ഇതുപോലുള്ള ജയിൽ പുള്ളികൾ ഉണ്ടെങ്കിൽ അവരെല്ലാം വളരെ ക്രൂരമായ കുറ്റങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് കൊണ്ടിട്ടിരിക്കുന്നവരാണ്. ഹല്ലേലൂയ. അവരോടൊക്കെയും യോഹന്നാൻ സംസാരിച്ച് കാണും, പക്ഷേ അവരൊന്നും യോഹന്നാൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. യോഹന്നാൻ തനിച്ചായിരുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ പറഞ്ഞിരിക്കുന്നു, ഞാൻ കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി എന്ന്. അപ്പോൾ യോഹന്നാന് കർത്തൃ ദിവസത്തിൽ ഐ വാസ് ഇൻ ദ സ്പിരിറ്റ് ഓൺ ദ ലോർഡ്സ് ഡേ, ഞാൻ ആത്മാവിൽ നിറഞ്ഞവനായി തീർന്നു ആ കർത്തൃ ദിവസത്തിൽ. അതായത് കർത്തൃ ദിവസം എന്ന് പറയുമ്പോൾ കർത്താവ് എഴുന്നേറ്റ ദിവസം, അതൊരു ഞായറാഴ്ചയായിരുന്നു. അതുകൊണ്ട് ഞായറാഴ്ച ആയിരിക്കും. ഹല്ലേലൂയ. യോഹന്നാന് ഈ പറയുന്ന ഐ വാസ് ഇൻ ദ സ്പിരിറ്റ്, ഐ വാസ് ഇൻ ദ സ്പിരിറ്റ് ഓൺ ദ ലോർഡ്സ് ഡേ, ഞാൻ കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി എന്ന്. അതായത് ഒരു മനുഷ്യൻ പെട്ടെന്ന് അങ്ങോട്ട് ആത്മവിവശനാവുകയില്ല. ഹല്ലേലൂയ. ചിലരൊക്കെ പറയുന്നത് കേൾക്കാം, ഞാനങ്ങോട്ട് വല്ലാത്ത ഒരു സ്പിരിറ്റ് അനുഭവിക്കുകയാണെന്നൊക്കെ പറയുന്നത് കേൾക്കാം. പക്ഷേ അതിലൊന്നും എത്രത്തോളം സത്യമുണ്ട് എന്നറിയില്ല. ഇവിടെ കർത്താവിൻ്റെ ദാസൻ യോഹന്നാൻ പറയുന്നു, ഞാൻ ആത്മവിവശനായി എന്ന്. ആത്മവിവശനായി എന്ന് യോഹന്നാൻ പറയണമെങ്കിൽ അതിന് തൊട്ട് മുമ്പ് അവിടെ ഒരു ആരാധന നടന്നിട്ടുണ്ടാകും, ഒരു വർഷിപ്പ് നടന്നിട്ടുണ്ടാകും. സാധാരണ നമ്മൾ വർഷിപ്പ് ചെയ്യുമ്പോൾ ദൈവമേ എന്ന് വിളിച്ച് നമ്മൾ ദൈവത്തോട് ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി ദൈവത്തോട് പറയുമ്പോൾ, കർത്താവേ നീ എന്തെല്ലാം നന്മകളാണ് എനിക്ക് ചെയ്തിരിക്കുന്നത്, ഞാനിപ്പോൾ കഷ്ടതയുടെ അനുഭവത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്, പക്ഷേ ഈ കഷ്ടതയും എനിക്കൊരു നന്മയാക്കി നീ മാറ്റുന്നു ഓർത്ത് ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ നാം പാടി പുകഴ്ത്തുമ്പോൾ അതൊരു ആരാധനയായി മാറിയ യോഹന്നാന് അപ്രകാരം യോഹന്നാൻ ദൈവത്തെ ആരാധിച്ചിട്ടുണ്ട് അവിടെ. ഹല്ലേലൂയ. യോഹന്നാൻ ആരാധിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനാൽ യോഹന്നാൻ നിറയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. യോഹന്നാൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ആത്മവിവശനായതുകൊണ്ട്
യോഹന്നാന് വലിയ കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇടയായി തീർന്നു. 7 സഭകളോടുള്ള ദൂതുകളെ വെളിപ്പെടുത്തി കർത്താവിൻ്റെ ആ ഗ്ലോറിഫിക്കേഷൻ, കർത്താവ് 7 നക്ഷത്രങ്ങളെ കയ്യിലെടുത്ത് 7 പൊൻനിലവിളക്കിട്ട് നടുവിൽ ഉലാവുന്നവനായി, മാറത്ത് പൊൻകച്ച കെട്ടിയവനായി ഒക്കെ നടക്കുന്ന ആ കർത്താവിൻ്റെ ആ ഗ്ലോറിഫിക്കേഷന് യോഹന്നാന് കാണുവാനിടയായി തീർന്നു. കൂടാതെ 7 സഭകളോടുള്ള ദൂതുകൾ, കൂടാതെ വരുവാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, ഇതെല്ലാം യോഹന്നാനെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. എന്താണ് അതിൻ്റെ പ്രാഥമികമായ കാരണമെന്ന് പറയുന്നത്? അതൊരു കർത്തൃ ദിവസമായിരുന്നു, എന്ന് പറഞ്ഞാൽ ഒരു സൺഡേ ആയിരുന്നു. ആ സൺഡേയിൽ യോഹന്നാന് ദൈവത്തെ ആരാധിക്കാൻ തോന്നി, ദൈവത്തെ ആരാധിച്ചു, ദൈവത്തെ വർഷിപ്പ് ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ യോഹന്നാൻ നിറയുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. യോഹന്നാന് ഞാൻ പറഞ്ഞല്ലോ, പത്മോസ് ദ്വീപിൽ പ്രവാസത്തിലാണ്, ഐസൊലേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയാണ്, പേഴ്സിക്യൂട്ടഡ് ആയിട്ടുള്ള അവസ്ഥയാണ്. യോഹന്നാന് നേരത്തെ തിളച്ച എണ്ണയിലൊക്കെ ഇട്ടതാ യോഹന്നാന്. അതുപോലെ ഒരുപാട് അടിയും ഒക്കെ കൊണ്ടിട്ടുണ്ട് യോഹന്നാൻ്റെ ശരീരത്തിൻ്റെ ആ ഉള്ളംകാൽ മുതൽ തലമുടി നാരിഴ വരെ നോക്കിയാൽ അടി കൊള്ളാത്ത ഒരു ഭാഗം പോലും കാണിയാൽ, അതുപോലെ പേഴ്സിക്യൂഷൻ അനുഭവിച്ച ഒരു വ്യക്തിയാണ് യോഹന്നാന്. ഹല്ലേലൂയ. ആ യോഹന്നാന് ദൈവത്തോട്, മറ്റുള്ളവരാണെങ്കിൽ എന്ത് നന്ദിയാണ് പറയേണ്ടത് ദൈവത്തോട്, കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് ഇതാണല്ലോ എനിക്ക് ലഭിച്ചത് എന്നൊരു നിരാശയായിരിക്കും മനസ്സിൽ നിന്ന് വരുന്നത്. പക്ഷേ യോഹന്നാൻ അങ്ങനെ ആയിരുന്നില്ല. യോഹന്നാൻ ആ ഏകാന്തതയിൽ, ആരുമില്ലാതിരുന്ന അവസ്ഥയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആരുമില്ലാതിരുന്ന അവസ്ഥയെന്ന് പറഞ്ഞാൽ മാനുഷികമായൊരു അവസ്ഥയാണ് ഞാൻ പറയുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ദൂതന്മാരൊക്കെയും യോഹന്നാൻ്റെ കൂടെ ഉണ്ടായിരുന്നു കാണും. അങ്ങനെ ആ ദൂതന്മാരോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാൻ യോഹന്നാന് കഴിഞ്ഞു. അപ്പോൾ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിലും, ഹല്ലേലൂയ, അങ്ങനെയുള്ള സ്ഥലത്ത് നാം ദൈവത്തെ ആരാധിക്കണമെന്ന് നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നിയാൽ ദൈവത്തിൻ്റെ ദൂതന്മാർ നമ്മളോടൊപ്പം വന്നിരുന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അങ്ങനെ യോഹന്നാൻ ദൈവത്തെ ആരാധിച്ചു. യോഹന്നാൻ വളരെ വൃദ്ധനായ ഒരു മനുഷ്യനായിരുന്നു. തീരെ ശരീരമായി സൗഖ്യമില്ലാത്തൊരു മനുഷ്യനായിരുന്നു. നേരത്തെ തനിക്ക് ലഭിച്ചതായ ആ പേഴ്സിക്യൂഷൻ, അടിയും അതുപോലെ ആ എണ്ണയിൽ, തിളച്ച എണ്ണയിലൊക്കെ കോരിയിട്ടതാണെന്ന് ചരിത്രം പറയുന്നു. അങ്ങനെയെങ്കിൽ യോഹന്നാൻ്റെ ശരീരത്തിൽ ഇപ്പോഴും ഉണങ്ങാത്ത മുറിവുകളുണ്ടാവാം, ഉണങ്ങിയ മുറിവുകളുണ്ടാവാം. അങ്ങനെ വളരെ കഷ്ടതയുടെ അനുഭവത്തിൽ ഇപ്പോഴും വേദനിക്കുന്ന ശരീരഭാഗങ്ങളായിരിക്കും യോഹന്നാൻ്റെത്. എന്നിട്ടും ആ അവസ്ഥയിൽ യോഹന്നാന് യോഹന്നാന് സ്പിരിച്വലി അലേർട്ടഡ് ആയിരുന്നു. ഹല്ലേലൂയ. കർത്തൃ ദിവസമാണ്, അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം എന്ന് യോഹന്നാന് തോന്നി. അങ്ങനെ യോഹന്നാൻ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തിയപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വലിയൊരു അനോയിൻമെൻറ്റ് ലഭിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ ഈ വെളിപ്പാട് പുസ്തകം അതൊരു ആരാധനയിലാണ് തുടങ്ങുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ആരാധനയിൽ തുടങ്ങിയത് കൊണ്ട് ഹല്ലേലൂയ വലിയ വലിയ വൻ കാര്യങ്ങളെ യോഹന്നാൻ കാണുവാൻ, ദൈവത്തെ തന്നെ നേരെ കാണുവാനും ഒക്കെ ഇടയായി തീർന്നു. ആ ദൈവത്തിൻ്റെ മഹത്വം, ആ ദൈവത്തിൻ്റെ ഗ്ലോറിഫിക്കേഷനൊക്കെ കാണുവാൻ യോഹന്നാൻ അവസരം ലഭിച്ചു. അതിൻ്റെ മെയിനായ കാരണം ഐ വാസ് ഇൻ ദ സ്പിരിറ്റ്. അങ്ങനെ പറയാനുള്ള കാരണം തന്നെ യോഹന്നാൻ ദൈവത്തെ ആരാധിച്ചതുകൊണ്ടാണ്. അതുപോലെ ഏത് കാര്യം, ഞാൻ പറഞ്ഞല്ലോ വെളിപ്പാട് പുസ്തകം തുടങ്ങുന്നത് തന്നെ ഒരു ആരാധനയിലാണെന്ന്. ഏതൊരു കാര്യവും ഒരാരാധനയോടുകൂടി വേണം തുടങ്ങുവാൻ. നാം നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ ആദ്യമായിട്ട് വിടുമ്പോൾ ഒരാരാധനയ്ക്ക് ശേഷം വേണം വിടുവാനായിട്ട്. ഹല്ലേലൂയ. നാം ഒരു ജോലിക്ക് പുതുതായിട്ട് കയറുമ്പോൾ ദൈവത്തെ ഒന്ന് വർഷിപ്പ് ചെയ്തിട്ട് വേണം പോകുവാൻ. ഹല്ലേലൂയ. ഒരു വിവാഹ ബന്ധത്തിലേക്ക് കടക്കുമ്പോൾ നാം ദൈവത്തെ ആരാധിച്ചിട്ട് വേണം. നമ്മുടെ കുഞ്ഞുങ്ങൾ വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ, അവരുടെ വിവാഹം നിശ്ചയിക്കുമ്പോഴൊക്കെയും ഹല്ലേലൂയ ഒരാരാധനയോടെ തുടങ്ങണം. ആരാധനയോടെ തുടങ്ങിയെങ്കിൽ മാത്രമേ അത് പ്രയോജനകരമായി തീരുകയുള്ളൂ, ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. യോഹന്നാൻ ഒരു ആരാധനയിലൂടെ കൂടെ തുടങ്ങിയതുകൊണ്ട് ദൈവത്തെ കാണുവാനും ഈ വെളിപ്പാട് പുസ്തകം സർവ്വലോകത്തിനും അത് പ്രദർശിപ്പിക്കുവാനും കഴിഞ്ഞു യോഹന്നാനിലൂടെ. ഹല്ലേലൂയ. യോഹന്നാന് ആ അവസ്ഥയിലായിരുന്നപ്പോൾ യോഹന്നാന് പറയാമായിരുന്നു, ഞാൻ വളരെ നിരാശയിലാണ്. യോഹന്നാൻ്റെ സ്ഥാനത്ത് മറ്റൊരു മനുഷ്യനാണെങ്കിൽ പറയുന്നത് എന്തുവാ, ഞാൻ വളരെ നിരാശനാണ്, ഞാൻ എന്തുമാത്രം ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചു, ഒരു പ്രയോജനമില്ലാതെ പോയി,
ഞാൻ ഏറെ നിരാശനായി, ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഞാൻ മരിക്കാൻ പോവുകയാണ്, എനിക്ക് തീരെ ആരോഗ്യമില്ല എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ യോഹന്നാൻ പറഞ്ഞ എന്താ? ഐ വാസ് ഇൻ ദ സ്പിരിറ്റ് ഓൺ ദ ലോർഡ്സ് ഡേ എന്നാ പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള പ്രവാസങ്ങളും ഒക്കെ വരുമ്പോൾ നാം പറയേണ്ടത് ഹല്ലേലൂയ, ഐ ആം ഇൻ ദ സ്പിരിറ്റ് എന്ന് പറയാൻ തക്കോണം നാം ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്നവരായി, നാം ദൈവത്തോട് കൂടെ ഇരിക്കുന്നവരായി നാം മാറണം. ഹല്ലേലൂയ. അവിടെ ഒരു സാധാരണ മനുഷ്യനാണ് യോഹന്നാനെങ്കിൽ ഹല്ലേലൂയ ആ ഐലൻഡ് യോഹന്നാനെ ഷേപ്പ് ചെയ്യുമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ ഐലൻഡിനെ യോഹന്നാൻ്റെ ആത്മാവ് ഷേപ്പ് ചെയ്യുവാനിടയായി തീർന്നു. യോഹന്നാനെ ഐലൻഡ് ഷേപ്പ് ചെയ്യാൻ ഇടയാകാതെ യോഹന്നാൻ്റെ ആത്മാവ് ആ ഐലൻഡിനെ തന്നെ ഷേപ്പ് ചെയ്യുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ നാം ഏത് കഷ്ടതയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും, ഏതെല്ലാം പ്രയാസത്തിൻ്റെ അനുഭവത്തിലൂടെ, പേഴ്സിക്യൂഷൻ്റെ അനുഭവത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ഹല്ലേലൂയ, ദൈവം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കണം. ദൈവം നമ്മളോടൊപ്പം ഉണ്ടെങ്കിലേ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുള്ളൂ. നാം ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുവാനിടയായി തീരുകയുള്ളൂ. ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ ഏത് കഷ്ടപ്പാടാണെങ്കിലും ആ കഷ്ടപ്പാടിനെ അത് വളരെ മധുരമുള്ളതാക്കി ദൈവം തീർത്തു തരുവാൻ ഇടയായി തീരും. നാം കേട്ടിട്ടുണ്ട് കോറി ടെൻ ബൂം എന്ന ഒരു ഡച്ച് ക്രിസ്ത്യൻ വനിതയെക്കുറിച്ച്. അത് 2ാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ അന്ന് നാസി പടയാളികൾ ഒരുപാട് യഹൂദന്മാരെ കൊല്ലുകയായിരുന്നു, മനഃപൂർവ്വം കൊല്ലുകയായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരെയും യഹൂദന്മാരെയും എല്ലാം കൊല്ലുകയായിരുന്നു അവർ. കാരണം ഇവർ വേൾഡ് വാർ 1 ഇവർ തോറ്റുപോയതിൻ്റെ കാരണം യഹൂദന്മാരും ഈ കമ്മ്യൂണിസ്റ്റുകാരുമാണ് എന്ന, അവരെ റഷ്യക്കാർക്ക് ഇവരെ ഒറ്റിക്കൊടുത്തു എന്നൊക്കെയുള്ള ഒരു വിരോധം ഈ ജർമ്മൻകാരുടെ ഉള്ളിൽ, ഈ നാസി പടയാളികളുടെ ഉള്ളിലുണ്ടായിരുന്നു. അത് കാരണം ഹിറ്റ്ലറായിരുന്നു അന്നത്തെ ചാൻസലർ. അപ്പോൾ യഹൂദന്മാരെയും ഈ കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ കൊല്ലുവാൻ ഓർഡർ കൊടുത്തിരിക്കുക, ആർക്കും കൊല്ലാം. അങ്ങനെ ഏതാണ്ട് 1 കോടിയിൽ ചില്ലുവാനും 105 ലക്ഷത്തോളം പേരെ കൊല്ലുവാനിടയായി തീർന്നു എന്നൊരു കണക്കാണ് കാണുന്നത്. അതിനകത്ത് 60 ലക്ഷം പേരും യഹൂദന്മാരെ കൊല്ലുവാനിടയായി തീർന്നു. യഹൂദന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടേ ആക്കുക. ഹല്ലേലൂയ. ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിനെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, അതിൽ കേട്ടിരിക്കുന്നതൊക്കെയും. അവിടെ വലിയ കെട്ടിടം പണിതിട്ട് വലിയൊരു ഏരിയ ഉണ്ട്. അതിനകത്ത് ഈ വലിയ വലിയ വെയർ ഹൗസുകളിൽ മെറ്റീരിയൽ സ്റ്റാക്ക് ചെയ്യുവാനായിട്ട് വെച്ചിരിക്കുന്ന ഷെൽഫ് പോലെ 3-5 തട്ടുകളുള്ള വലിയ വലിയ ഷെൽഫുകൾ, അതേതാണ്ട് ഒരു 5 അടി വീതിയിൽ ഒരു 20 അടി നീളത്തിലുള്ള ചെറിയ ചെറിയ ഷെൽഫുകൾ തിരിച്ച് നീളത്തിലങ്ങ് ഇട്ടിരിക്കുക. ഹല്ലേലൂയ. അതിനകത്ത് അത് പല തട്ടുകളുണ്ട്, പൊക്കത്തിലേക്ക്, താഴെ മുതൽ പൊക്കത്തിൽ വരെ. അത് ഓരോ തട്ടിൽ 20 അടി നീളമുള്ള തട്ടിൽ, 5 അടി വീതിയുള്ള തട്ടിൽ ഒരു 20 പേരെ അവർ കിടത്തും. ഹല്ലേലൂയ. അങ്ങനെ അതിൻ്റെ പൊക്കത്തിലേക്കൊക്കെ എല്ലാം ഇങ്ങനെ തട്ടുകൾ കിടക്കും. 1000കണക്കിന് പേരെ, 10,000കണക്കിന്, ലക്ഷക്കണക്കിന് പേരെ അതിൽ കൊണ്ട് കിടത്തിയിരിക്കുക. അവർക്ക് ഒരാൾക്ക് ചെരിഞ്ഞു കിടക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. ഒരാൾ ഇടയ്ക്ക് രാത്രിയിൽ അല്ലെങ്കിൽ ഉറങ്ങിക്കഴിയുമ്പോൾ ഒന്ന് തിരിഞ്ഞാലോ മറിഞ്ഞാലോ 2 സൈഡിലുമുള്ളവർ അല്ലെങ്കിൽ വശത്തുള്ളവരൊക്കെയും തെറിച്ച് താഴെ വീഴും. അത്രയ്ക്കും സ്ഥലമില്ല അതിനകത്ത്. അതുപോലെ ഞെരുക്കത്തിൽ കൊണ്ടിട്ടിരിക്കുക. അങ്ങനെ താഴെ വീഴുന്നവർ, കൈയൊടിഞ്ഞ് കാലൊടിഞ്ഞ് തലയിടിച്ചൊക്കെ മരണപ്പെടുന്നവർ ധാരാളം. അങ്ങനെയുള്ളവരെല്ലാം അവർ കൊണ്ടുപോയി വലിയ കുഴിയെടുത്തിട്ടിട്ടുണ്ട്, അതിനകത്തേക്ക് കൊണ്ട് തട്ടും. ജീവനോടെയും ജീവനില്ലാതെയും ഒക്കെ കൊണ്ട് തട്ടും അവർ. അതുപോലെ അവർക്ക് ഭക്ഷണമൊന്നും സമയത്ത് കൊടുക്കത്തില്ല. ദിവസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ കൊടുക്കുകയുള്ളൂ. കുറച്ച് പേരെയൊക്കെയും അവർ ഈ വലിയ ചേമ്പറിനകത്ത് കയറ്റിയിട്ട് അതിലേക്ക് പുക കടത്തിവിടും. അങ്ങനെ ആ പുക കൊണ്ട് ലക്ഷക്കണക്കിന് പേര് മരിക്കും. പിന്നീട് ഹല്ലേലൂയ അവർ ചെയ്യുന്നത്, ചില ഇരുട്ട് മുറിക്കകത്തേക്ക് ചിലർ ദിവസങ്ങളോളം ഇരുട്ട് മുറിയിലങ്ങ് കിടത്തിയിരിക്കും. അപ്പോൾ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞ് രക്ഷപ്പെട്ട് ആരെങ്കിലും പുറത്ത് വരുന്നതിന് അപൂർവം. അഥവാ ആരെങ്കിലും പുറത്ത് വന്നാൽ അവരുടെ അവസ്ഥ പിന്നെ അവരെ കൊണ്ട് ഒന്നിനും കൊള്ളുകയില്ല. കാരണം ഇവർ ചെയ്യുന്നത്, ഈ പടയാളികൾ ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരൊരു ചെറിയ മുറിക്കകത്തേക്ക്, കുറച്ച് പേര് ചെറിയ മുറിക്കകത്ത് കയറ്റിയിട്ട് അത് കംപ്ലീറ്റ് ഡാർക്കാക്കും.
ഒരു തരി വെട്ടം പോലും അതിനകത്ത് കയറത്തില്ല. അങ്ങനെ ദിവസങ്ങളോളം അതിനകത്ത് കിടക്കുന്നവരെ അവരതിനകത്ത് വെളി വരുമ്പോൾ അവരുടെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെടും, കണ്ണിന് കാഴ്ചയില്ലാത്തവരായിത്തീരും. ചിലരെയൊക്കെ ചില മുറിക്കകത്ത് കയറ്റിയിട്ട് അവരുടെ ചെവിയോട് ചേർത്ത് വലിയ സ്പീക്കർ വെച്ച് കണ്ടിന്യൂസ് ശബ്ദത്തിൽ, വിവിധങ്ങളായ ശബ്ദത്തിൽ അവരിങ്ങനെ വലിയ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ശബ്ദങ്ങൾ കേട്ട് 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 പലരും മാനസിക രോഗികളായി മാറും. അവരുടെ ബുദ്ധിയെല്ലാം പോകും, അവർക്ക് ചെവി കേൾക്കാൻ വയ്യാതെ വരും, അങ്ങനെ കൊള്ളുകയില്ലാത്തവരായി തീരും. അതുപോലെ ഹല്ലേലൂയ, ഇവരെ ഒരു കയ്യിലൊക്കെ തൂക്കിയിടും, ഒരു കയ്യിൽ തൂക്കിയിട്ട് ശരീരഭാരങ്ങളെല്ലാം താഴത്തേക്ക് തൂങ്ങിക്കിടക്കും. ചിലർ കാലയിൽ തൂക്കിയിടും. അങ്ങനെ അവർ ജീവനോടെ അവർക്കൊരു പ്രത്യേക ദിവസങ്ങളുണ്ട്, ആ ദിവസങ്ങൾ വരെ അങ്ങനെ ഇട്ടേക്കും. അത് കഴിഞ്ഞ് ഇവർ വെളിയിൽ വന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഒരു പ്രയോജനമില്ല, അവർക്ക് ഞൊടന്താവും, കൈയുണ്ടാവുകയില്ല. അങ്ങനെ അത്രമാത്രം ക്രൂരമായ ശിക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് പറയുന്നത്. ഈ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാന സമയത്ത് ഞാനീ പറഞ്ഞ ഈ കോറി ടെൻ ബൂം എന്ന് പറഞ്ഞ ഈ വനിത, അവർ ക്രിസ്ത്യാനി ആയിരുന്നു. ഈ ക്രിസ്ത്യൻ വനിതയെ അവർ ഡച്ചിൽ വലിയൊരു വാച്ച് വ്യവസായമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവരായിരുന്നു, ഒരു ഫാമിലിയായിട്ട്. ഇവരുടെ ഫാമിലി, ഇവർ ഈ പാവപ്പെട്ട യഹൂദന്മാരെല്ലാം ഇവർ സംരക്ഷിക്കുമായിരുന്നു. ഗവൺമെൻറ് അറിയാതെ ഇവർക്ക് ഒരുപാട് ബിൽഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, ഇവർ വലിയ പണക്കാരായിരുന്നു. ഇവരുടെ ബിൽഡിങ്ങിൽ യഹൂദന്മാരെ കൊണ്ടുവന്ന് സംരക്ഷിക്കുമായിരുന്നു, ആരും അറിയാതെ. കാരണം യഹൂദന്മാരെ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ കൊന്നുകളയും. അങ്ങനെ ഇവർ പലരെയും സംരക്ഷിക്കുന്നത് അറിഞ്ഞ് ഇവരെയും ഈ വീട്ടുകാരെയും ഈ കോറി ടെൻ ബൂമിനെയും അവരുടെ വീട്ടുകാരെ മുഴുവനും പിടിച്ചു കൊണ്ടുപോയി ഈ ക്യാമ്പിലടച്ചു, കോൺസെൻട്രേഷൻ ക്യാമ്പിലടച്ചു. എന്നാൽ അവരുടെ ബന്ധുക്കളൊക്കെയും പെരിഷായിപ്പോയി. ഈ അവസ്ഥയിൽ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കിടന്ന് അവരൊക്കെ മരിച്ചുപോയി. ഇവരുടെ ഒരു സഹോദരി ഉണ്ടായിരുന്നു, ആ സഹോദരിയെ മരിക്കുവാനിടയാ തീർന്നു. എന്നാൽ ഇവർ മരിച്ചില്ല. ഇവർ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് ഇവരെ യുദ്ധം 1944 45 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ. 45 യുദ്ധം തീരുന്നത്. അപ്പം 44 ഡിസംബറിൽ ഇവരെ 44 ഫെബ്രുവരിയിലാണ് ഇവരെ പിടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ ഈ സമയത്ത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന അവരുടെ ഫാമിലിക്കാരൊക്കെ മരിച്ചുപോയി, പക്ഷെ ഇവർ മരിച്ചില്ല. ഇവരെ ആ സമയത്ത് വെളിയിൽ ഇറക്കി വിടുവാനിടയാ തീർന്നു. ഇവർ രക്ഷപ്പെട്ടു. ആ യുദ്ധം തീർന്നുകൊണ്ട് ഇവർ രക്ഷപ്പെട്ടു. ഇവർക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവർ തൻ്റെ ബാക്കിയുള്ള സമയങ്ങൾ മുഴുവനും ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇവർ പോയി. ഇവർക്കിനി പേടിക്കാനൊന്നുമില്ല, കാരണം ഇവർ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കടന്നു വന്നവരാ. ഇവർക്കിനി എന്തോ പേടിക്കാനാ? ഇവരെല്ലാം എല്ലായിടങ്ങളിലും ചെന്ന് ദൈവത്തെക്കുറിച്ച് ഇവർ പല സ്ഥലങ്ങളിലും പ്രസംഗിക്കുവാനും ഒക്കെ ചെയ്യുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അങ്ങനെ പ്രത്യാശയില്ലാത്തവർക്ക് പ്രത്യാശയെക്കുറിച്ച്, അതുപോലെ വിശ്വാസത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ഒക്കെയും അവർ പഠിപ്പിക്കുവാൻ തുടങ്ങി ഓരോരുത്തരെ. ഹല്ലേലൂയ. അങ്ങനെ അവർ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ദ ഹൈഡ് പ്ലേസ് എന്ന് പറഞ്ഞൊരു പുസ്തകം. ഹല്ലേലൂയ. അത് വളരെ പ്രചാരത്തിലുള്ളൊരു പുസ്തകമാണ്. ഹല്ലേലൂയ. അതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ, അവരെ എന്ന് കോൺസെൻട്രേഷൻ ക്യാമ്പിലിട്ടു അന്നു മുതൽ അതിനു മുമ്പ് തന്നെ അവർ ദൈവത്തെ, യേശുവിനെ സ്നേഹിക്കുന്നവരായിരുന്നു. അവരുടെ ഹൃദയത്തിൽ എപ്പോഴും യേശുവിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു, യേശുവിനോട് ചേർന്ന് നടന്നിരുന്നു. യോഹന്നാനെ പോലെ ഏത് കഠിനത വന്നപ്പോഴും അവർ യേശുവിനെ ഉള്ളിൽ കരുതി, യേശുവിനെ ഉള്ളിൽ സ്നേഹിച്ചും യേശുവിനെ ആരാധിച്ചും കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഒച്ചയെടുത്ത് സംസാരിക്കാൻ വയ്യ എങ്കിലും അവരവരുടെ ഹൃദയത്തിൽ അവരുടെ ഹൃദയം സ്വതന്ത്രമായിരുന്നല്ലോ, അവരുടെ മനസ്സ് സ്വതന്ത്രമായിരുന്നു. ആ മനസ്സിൽ അവർ ദൈവത്തെ മാത്രം ആരാധിച്ചുകൊണ്ട് അവർ കഴിഞ്ഞുകൂടി. അതുകൊണ്ട് അവർ ഹല്ലേലൂയ, ദൈവം അവരെ ശക്തിപ്പെടുത്തുകയും അവർ ക്യാമ്പിൽ നിന്നിറങ്ങി ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും ഇടയായി തീർന്നു. അതുപോലെ നമുക്കറിയാവുന്ന ജോൺ ബെനിയൻ എന്ന മനുഷ്യനെക്കുറിച്ച് നമുക്ക് കേട്ടിട്ടുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം ബ്രിട്ടൻ്റെ തെരുവുകളിൽ ദൈവത്തെ സുവിശേഷിച്ച ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ പരസ്യമായി അദ്ദേഹം യേശുവിനെ ശുശ്രൂഷിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ച്, ദൈവത്തെ പ്രസംഗിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് അത് അവിടെ അലൗഡല്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ച് കാരാഗൃഹത്തിൽ അടയ്ക്കുവാനിടയായി തീർന്നു.
അദ്ദേഹത്തിന് ലഭിച്ച ശിക്ഷ 3 മാസത്തെ ശിക്ഷയായിരുന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വെളിയിൽ പോകാമായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തെ കോടതി കൊണ്ടുപോയി അദ്ദേഹത്തോട് പറഞ്ഞു, 3 മാസമായി നിൻ്റെ പണിഷ്മെൻറ്റ് തീർന്നു, നിന്നെ ഞങ്ങൾ വെളിയിൽ ഇറക്കി വിടാൻ പോവുക. പക്ഷേ നീ ഇവിടെ സൈൻ ചെയ്യണം, ഇനി ഒരിക്കലും ഞാൻ യേശുവിനെക്കുറിച്ച് തെരുവിൽ പ്രസംഗിക്കുകയില്ല. നിനക്ക് പ്രസംഗിക്കാം, നീ ഏതെങ്കിലും ഒരു ചർച്ചിൽ പോയി, ആ ചർച്ചിൽ ലൈസൻസ് ഉള്ള ഒരു ചർച്ചിൽ പോയിട്ട് ആ ചർച്ചുകാരൻ നിന്നെ അനുവദിച്ചാൽ നിനക്ക് അവിടെ പ്രസംഗിക്കാം, അല്ലാതെ തെരുവിൽ നിനക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് യേശുവിനെ ലോകത്ത് മുഴുവനും ഓരോ തെരുവിലും, യേശുവിനെ കേട്ടിട്ടില്ലാത്തവർ അനേകരുണ്ടല്ലോ, അവരുടെ അടുത്ത് പോയി യേശുവിനെക്കുറിച്ച് പറയുകയും ആ സ്നേഹത്തെ വിവരിച്ച് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് എനിക്കതിന് കഴിയുകയില്ല എങ്കിൽ എന്നെ നിങ്ങൾ ഇറക്കി വിടണ്ട, ഞാൻ ഇവിടെ തന്നെ കിടന്നുകൊള്ളാം. അങ്ങനെ അദ്ദേഹത്തെ ജീവപര്യന്തം വീണ്ടും തടവിന് ശിക്ഷിച്ചു. എന്ന് പറഞ്ഞാൽ 12 വർഷം അദ്ദേഹത്തിനെ തടവിൽ ശിക്ഷിച്ചു. അദ്ദേഹം ആ തടവിൽ കിടന്നുകൊണ്ട് ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ട് അദ്ദേഹം പല പുസ്തകങ്ങളൊക്കെ എഴുതി. അതിൽ പരദേശി മോക്ഷയാത്ര എന്ന പുസ്തകം തിരുവചനം പോലെ, വേദപുസ്തകം പോലെ തന്നെ വിറ്റഴിഞ്ഞ ഒരു വലിയ പ്രചാരമുള്ള ഒരു പുസ്തകമായി മാറുവാൻ ഇടയായി തീർന്നു. ആ പുസ്തകത്തിലൂടെ അനേകർ ദൈവത്തെ അറിയുവാനും ഇടയായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോൾ എത്ര കാഠിന്യമേറിയ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോവുകയാണെങ്കിലും, ഹല്ലേലൂയ, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നിസ്സാരമായി തോന്നുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. യോഹന്നാൻ കഴിഞ്ഞു പോയത് ഒരു ഡാർക്കസ്റ്റ് പീരീഡിലൂടെയാണ്, ഒരു ഇരുട്ടിൻ്റെ അവസ്ഥയിലൂടെയാണ് യോഹന്നാൻ കടന്നുപോയത്. ഹല്ലേലൂയ. സംസാരിക്കാൻ ആരുമില്ല, ആവശ്യമായ ഭക്ഷണമില്ല, ശരീരമായി ക്ഷീണിച്ച് തളർന്ന് ഇരിക്കുന്നവൻ, പഴയ നേരത്തെ അനുഭവിച്ച ഇടിയുടെയും മറ്റും പ്രയാസത്താൽ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും വേദന എടുക്കുന്നുണ്ടാകും. ഹല്ലേലൂയ. ചില സ്ഥലത്ത് എണ്ണയിലൊക്കെ ഇട്ടതായതുകൊണ്ട്, തിളപ്പിച്ച എണ്ണയിലൊക്കെ ഇട്ടതായതുകൊണ്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ പഴുപ്പും മറ്റുമെല്ലാം ഉണ്ടാകാം. ഹല്ലേലൂയ. അപ്രകാരമുള്ള ഒരു ഡാർക്കസ്റ്റ് പീരീഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന യോഹന്നാൻ പറയുന്നു, ഹല്ലേലൂയ, ഐ വാസ് ഇൻ ദ സ്പിരിറ്റ് ഓൺ ദ ലോർഡ്സ് ഡേ എന്ന് പറയുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. നമ്മളെ സംബന്ധിച്ചും, ഹല്ലേലൂയ, ഇതുപോലുള്ള ഡാർക്കസ്റ്റ് പീരീഡിലൂടെ കടന്നു പോകുന്ന അനേകരുണ്ടാകും. ഹല്ലേലൂയ. ഒരുപക്ഷെ ഭക്ഷണത്തിന് കാശില്ലാതെ വരുന്നത് ഒരു ഡാർക്കസ്റ്റ് പീരീഡ് ആയിരിക്കാം. ഹല്ലേലൂയ. ജോലി നഷ്ടപ്പെടുന്നത് ഒരു ഡാർക്കസ്റ്റ് പീരീഡ് ആകാം. ഹല്ലേലൂയ. വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വീടിൻ്റെ ഉടമസ്ഥനെ ഇറക്കി വിടാൻ പോകുന്ന ഒരു സന്ദർഭം വളരെ ഡാർക്കസ്റ്റ് ആയിട്ടുള്ളൊരു പീരീഡ് ആയിരിക്കാം. ഹല്ലേലൂയ. അതുപോലെ ശരീരത്തിൻ്റെ ബലഹീനതകൾ ഒക്കെയും നമ്മളെ സംബന്ധിച്ച് ഒരു ഡാർക്കസ്റ്റ് പീരീഡ് ആയിരിക്കാം. ഹല്ലേലൂയ. അപ്രകാരമുള്ള ഒരു ഡാർക്കസ്റ്റ് പീരീഡ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നാം ഓർക്കുക, യോഹന്നാൻ, ഹല്ലേലൂയ, അതിനേക്കാൾ വലിയൊരു ഡാർക്കസ്റ്റ് പീരീഡിലൂടെ കടന്നു പോയപ്പോൾ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുവാൻ കഴിഞ്ഞ ഒരു മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് യോഹന്നാനെ സംബന്ധിച്ച് ആ ഡാർക്കസ്റ്റ് പീരീഡ് ഒരു പ്രശ്നമേ ആയിരുന്നില്ല. ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തെ ആരാധിച്ച്, ദൈവത്തെ മഹത്വപ്പെടുത്തി നടത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഹല്ലേലൂയ. നമുക്ക് ഗലാത്യരുടെ പുസ്തകം 5:25 വായിക്കാമല്ലോ. 5:25. ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. ആമേൻ. ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. ഹല്ലേലൂയ. യോഹന്നാന് ആത്മാവിനെ അനുസരിച്ച് നടന്നവനാണ്. ഹല്ലേലൂയ. ആത്മാവിനാൽ ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. ആത്മാവിനാൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ആത്മാവിനെ അനുസരിച്ച് നടക്കണം. അങ്ങനെ നടന്നു എങ്കിൽ മാത്രമേ ഈ യോഹന്നാനെ പോലെ നമ്മുടെ ഡാർക്കസ്റ്റ് പീരീഡ്, നമ്മുടെ ഇരുളടഞ്ഞ അവസ്ഥയ്ക്കൊക്കെയും അത് ഒരു പ്രയാസമായി, പ്രതിസന്ധിയായി തീരാതെ ദൈവം അതിനെ നമുക്ക് അനുകൂലമാക്കി മാറ്റിത്തരുവാൻ ഇടയായിത്തീരും. അതുപോലെ റോമർ 8:14 ദൈവ ആത്മാവ് നടത്തുന്ന 8:14 ഒന്ന് വായിക്കണം. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ഹല്ലേലൂയ. യോഹന്നാനെ സംബന്ധിച്ച് വെളിയിൽ നിന്ന് ഒരുവൻ നോക്കുമ്പോൾ
പറയാൻ കഴിയുന്നത് ആ ദൈവാത്മാവ് നടത്തുന്ന ഒരു മനുഷ്യനാണ്. ഇല്ല എങ്കിൽ യോഹന്നാന് എന്നേ അവസാനിക്കുമായിരുന്നു. അതേ അവസ്ഥയിലായിരിക്കുന്ന അനേക ദൈവദാസന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ധാരാളമുണ്ട്. അവർ ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവരായതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ മക്കൾ എന്ന പോലെ ജീവിക്കുവാൻ ഇടയായിത്തീരുന്നു. ഹാലേലൂയ. എന്തുകൊണ്ട്? ദൈവവും അവരും തമ്മിലുള്ള ബന്ധം ഒരു നിമിഷം പോലും അത് നിന്നു പോകാതെ അവർ ദൈവത്തോട് ചേർന്ന് നടക്കുന്നത് കൊണ്ട്. ഹാലേലൂയ. ഏർലി ചർച്ചിൽ സൺഡേക്ക്, ഞായറാഴ്ചയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. യോഹന്നാനും അതറിയാമായിരുന്നല്ലോ. യോഹന്നാനെ സംബന്ധിച്ച് ഞായറാഴ്ച വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അതുകൊണ്ട് ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കണമെന്നുള്ളത് യോഹന്നാനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഏർലി ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞായറാഴ്ച പോയി ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം ആദ്യമേ ഓർക്കുന്നത്, ദൈവമേ, നീ ഞങ്ങൾക്ക് വേണ്ടി വെള്ളിയാഴ്ച നീ മരിച്ചു, ഞായറാഴ്ച നീ ഉയർത്തെഴുന്നേറ്റു. എന്തിനു വേണ്ടി? ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് ഞങ്ങളെ ഒരു പുതിയ ജീവിതത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി നീ അനുഭവിച്ച കഷ്ടത. അത് നാം സൺഡേയിൽ, ഞായറാഴ്ച ദൈവത്തിൻ്റെ ആലയത്തിൽ പോയി ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തിലേക്ക് അത് വരുവാൻ ഇടയാത്തീരും. ഹാലേലുയ. അങ്ങനെ നമുക്ക് ഞായറാഴ്ച എവിടെയും ആരാധിക്കാം, ഒരു കുഴപ്പവുമില്ല. പക്ഷേ നാം ദൈവത്തെ കൂട്ടമായി ഒരു ഫെലോഷിപ്പോടുകൂടി ദൈവത്തെ ആരാധിക്കുമ്പോൾ, ആ കറുത്ത ദിവസത്തിൽ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്കതിൻ്റെ പൂർണ്ണമായ ഒരു നന്മ പ്രാപിക്കുവാൻ ഇടയായിത്തീരും. ഹാലേലുയ. ഒരിക്കലും ഒരു ഫിഷർമാന് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ ഞായറാഴ്ച ഫിഷിങ്ങിന് പോവുകയാണ്, എൻ്റെ ജോലി അതാണല്ലോ. അപ്പോൾ ഞാൻ ഫിഷിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും, ഞാൻ വള്ളത്തിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴും വലയിടുമ്പോഴും ഒക്കെയും എനിക്ക് ദൈവത്തെ ആരാധിക്കാമല്ലോ എന്ന് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു, ഓക്കെ പൊക്കോ, നീ ഞായറാഴ്ച നിൻ്റെ ജോലിയല്ലേ കളയണ്ട. അങ്ങനെ ആ മനുഷ്യന് രണ്ട് ഞായറാഴ്ച പോയി മൂന്നാമത്തെ ഞായറാഴ്ച തിരിച്ച് വീണ്ടും ചർച്ചിലേക്ക് വന്നു. പാസ്റ്റർ ചോദിച്ചു, എന്ത് പറ്റി? ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ഞായറാഴ്ച ഞാൻ ഫിഷിങ്ങിന് പോകുമ്പോൾ ദൈവത്തെ ആരാധിക്കാമെന്നുള്ള എൻ്റെ ഒരു ചിന്ത മാത്രമായിരുന്നു. പക്ഷേ ഞാൻ ഫിഷിങ് ചെയ്യുമ്പോൾ ഫിഷിങ്ങാണ് എൻ്റെ ചിന്തയിൽ വരുന്നത്, ഫിഷിങ്ങാണ് ഞാൻ ചെയ്യുന്നത്, ഞാൻ ദൈവത്തെ ആരാധിക്കുന്നില്ല. അതുകൊണ്ട് ഇനി ഞാൻ ഞായറാഴ്ച ഒരു സ്ഥലത്തും പോകുന്നില്ല, ഞാൻ ഈ ചർച്ചിൽ തന്നെ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുവാൻ ഇടയായി തീർന്നു. ഹാലേലുയ. യോഹന്നാന് പ്രവാസത്തിലായിരുന്നപ്പോൾ ദൈവത്തിൽ നിന്നുള്ള ശബ്ദം കേൾക്കുവാൻ വേണ്ടിയല്ല പോയിരുന്നത്. ദൈവത്തിൽ നിന്ന് അങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നൊരു പ്രതീക്ഷയൊന്നും യോഹന്നാനുണ്ടായിരുന്നില്ല. ഹാലേലുയ. പക്ഷേ ഹി വാസ് റെഡി ടു ഹിയർ എനിത്തിങ് ഫ്രം ഗോഡ്. അതായിരുന്നു യോഹന്നാൻ്റെ അവസ്ഥ. അല്ലാതെ നമ്മൾ കറുത്ത ദിവസത്തിൽ നമ്മൾ ആരാധിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുമെന്നുള്ള ആ ഒരു എക്സ്പെക്റ്റേഷനോട് കൂടി പോയാലും കുഴപ്പമില്ല, പോയാൽ നമ്മൾ ചിലപ്പോൾ നിരാശരായി തീരുവാൻ ഇടയായിത്തീരും. എന്നാൽ യോഹന്നാൻ പോയത് അപ്രകാരം, ദൈവം ഇന്ന് എന്നോട് സംസാരിക്കാൻ പോവുകയാണ്, അത് കേൾക്കാൻ പോവുകയാണ് എന്ന രീതിയിലല്ല യോഹന്നാൻ അവിടെ ആയിരുന്നത്. യോഹന്നാൻ അത് പ്രതീക്ഷിച്ചതല്ല. ഹാലേലുയ. എന്നാൽ ദൈവം എപ്പോൾ സംസാരിച്ചാലും അത് കേൾക്കാൻ റെഡിയായിരുന്നു. നാമും അങ്ങനെ ഉള്ളവരായിരിക്കണം. ഹാലേലുയ. അതുകൊണ്ടാണ് യോഹന്നാൻ, ഹാലേലുയ, കാഹളത്തിന് ഒത്ത ഒരു വലിയ ശബ്ദം, ഒരു മഹാശബ്ദത്തോടുകൂടി ദൈവത്തിൻ്റെ ആത്മാവിനാൽ ആ ശബ്ദം കേൾക്കുകയും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയുവാനും ഇടയായി തീർന്നു. ഹാലേലുയ. ശാമുവേൽ ബാലന് അവൻ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമെന്ന് അവൻ അറിയില്ലായിരുന്നു. ഹാലേലുയ. എന്നാൽ ദൈവം 1 ശമൂവേൽ 3:10 അത് പറഞ്ഞിട്ടുണ്ട്. ശമൂവേൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കും, ദൈവം എങ്ങനെ സംസാരിക്കുമെന്നൊന്നും ശമൂവേലിന് അറിയില്ലായിരുന്നു. പക്ഷേ ദൈവം ശമൂവേലിനോട് സംസാരിച്ചു. ശമൂവേലേ, ശമൂവേലേ എന്ന് വിളിച്ചു. ശമൂവേൽ പിന്നീട് അത് ഏലി പുരോഹിതനാണ് വിളിച്ചതെന്ന് കരുതി ഏലി പുരോഹിതൻ്റെ അടുക്കൽ പോയി യജമാനൻ എന്നെ വിളിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ ഏലി പുരോഹിതന് ശമൂവേലിനോട് പറഞ്ഞു, ഞാനായിരിക്കില്ല, യഹോവയായിരിക്കും എന്നെ വിളിച്ചത്, അതുകൊണ്ട് ഇനി വിളിക്കുമ്പോൾ അടിയൻ ഇതാ എന്ന് പറയണമേ എന്ന് പറഞ്ഞു. അങ്ങനെ ശമൂവേൽ ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയുവാൻ ഇടയായിത്തീർന്നു. ശമൂവേലിനോട് വലിയ കാര്യം ദൈവം പറയുവാൻ ഇടയായിത്തീർന്നു. നാം പലപ്പോഴും ദൈവം നമ്മളോട് സംസാരിക്കും എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ മാത്രമല്ല ദൈവം സംസാരിക്കുന്നത്. നാം വിശുദ്ധിയോടെ, ഹല്ലേലൂയ, നാം തയ്യാറോടെ ആയിരിക്കുന്നുവെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ദൈവം നമ്മളോട് സംസാരിക്കും.
യെശയ്യാവ് 30:21 കൂടി ഒന്ന് വായിക്കാമല്ലോ. യെശയ്യാവ് 30:21. വായിക്കാമല്ലോ. 21. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇത് നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. ഹല്ലേലൂയ. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. ഹല്ലേലൂയ. ഞെരുക്കത്തിൻ്റെ അപ്പം കഴിക്കുമ്പോഴും, ഹല്ലേലൂയ, കഷ്ടതയുടെ അപ്പം കഴിക്കുമ്പോഴും, ഞെരുക്കത്തിൻ്റെ വെള്ളം കുടിക്കുമ്പോഴും, പ്രയാസത്തിൻ്റെ വലിയ തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോഴും, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലായിരിക്കുമ്പോഴും, ഹല്ലേലൂയ, ദൈവം നിങ്ങളോട് സംസാരിക്കും എന്ന യെശയ്യാ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. എനിക്കറിയില്ല എന്ത് ചെയ്യേണ്ടതെന്ന്, എങ്ങോട്ട് പോകേണ്ടതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ പോലും ദൈവം നിങ്ങളോട് ഇതാകുന്നു വഴി, ഇതിലെ പോകുവിനെന്ന് പറയുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കണമെങ്കിൽ നാം ദൈവത്തോട് ചേർന്നിരിക്കണം. പ്രത്യേകിച്ച് കർത്തൃ ദിവസത്തിൽ നാം ഒരു ഉപേക്ഷയും വിചാരിക്കാൻ പാടില്ല. കർത്തൃ ദിവസത്തിൽ നാം, ഹല്ലേലൂയ, ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നവരായി തീരണം. ഹല്ലേലൂയ. അത് കർത്തൃ ദിവസം തന്നെ വേണമെന്നില്ല. ഏത് ദിവസമാണെങ്കിലും ദൈവം നമ്മളോട് സംസാരിക്കുവാൻ ഇടയായിത്തീരും. നാം ദൈവത്തോട് ചേർന്ന് നടക്കുന്നതെങ്കിൽ, ഹല്ലേലൂയ. ഞാൻ മുന്നിലേക്ക് പോകുന്നില്ല. അതിനാൽ ദൈവം ഈ വചനങ്ങളാൽ നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുകയാണ്. സ്തോത്രം.